വെൽക്കം ടു കരിയർ ട്രാക്കർ PSC. ഇന്ത്യൻ നവോത്ഥാന ഭാഗത്തെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമ്മൾ 1857 റിവോൾട്ടിനെ കുറിച്ചും അതുപോലെ തന്നെ ഇന്ത്യയിലുണ്ടായ നവോത്ഥാന പ്രസ്ഥാനങ്ങളെക്കുറിച്ചും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്വാമി വിവേകാനന്ദനെ കുറിച്ചും അതുപോലെ തന്നെ രാമകൃഷ്ണ പരമഹംസനെ കുറിച്ചൊക്കെ എന്ത് ചെയ്തു, നമ്മൾ പഠിച്ചിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസും അതിൻ്റെ ഫൗണ്ടേഴ്സിനെയും ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പോവുകയാണ്, പഠിക്കാൻ പോവുകയാണ്. അതെല്ലാം മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഭാഗങ്ങളാണ്. നിർബന്ധമായി നിങ്ങൾ പഠിച്ചേ പോകാവൂ. ഇത്രയും പറയുന്ന ഭാഗങ്ങളിൽ നിന്ന് എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യാനായിട്ട് നിൽക്കരുത്. അപ്പോൾ ആദ്യത്തെ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഏതായിരുന്നു? ദേവസമാജ് ആയിരുന്നു. ദേവസമാജ് ഫോം ചെയ്യുന്നത് ശിവ് നാരായൺ അഗ്നിഹോത്രി ആയിരുന്നു ആസ് ആൻ എസ്തെറ്റിക് സൊസൈറ്റി ആഫ്റ്റർ ഹി റിസൈൻഡ് ഫ്രം ബ്രഹ്മസമാജ്. നമ്മൾ ബ്രഹ്മസമാജത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ബ്രഹ്മോ സമാജത്തിൽ നിന്നും റിസൈൻ ചെയ്തതിന് ശേഷം ശിവ് നാരായൺ അഗ്നിഹോത്രി സ്ഥാപിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ഏതെന്ന് പറയുന്നത്? ദേവസമാജ് എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. തിയോസഫിക്കൽ സൊസൈറ്റി എന്ന് പറയുന്നത് ഒരുപാട് പ്രാവശ്യം PSC ചോദിച്ചിട്ടുണ്ട്. അതെവിടെയാണ് സ്ഥാപിക്കുന്നത് ചോദിച്ചാൽ ന്യൂയോർക്കിലാണ്. അതും ഒരു വട്ടം പ്രസ്താവന രീതിയിൽ വന്ന ചോദ്യമാണ്. ന്യൂയോർക്കിൽ സ്ഥാപിക്കപ്പെട്ട തിയോസഫിക്കൽ സൊസൈറ്റി ആരായിരുന്നു സ്ഥാപിച്ചത്? മാഡം ഹെലേന ബ്ലവഡ്സ്കി ആൻഡ് കേണൽ ഹെൻറി സ്റ്റീൽ ഓൾക്കോട്ട്. പേരുകൾ ഓർത്തു വയ്ക്കണം. ഇതിനുശേഷം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു വ്യക്തി വരുന്നുണ്ട്, നമ്മൾ അതിലേക്ക് പോകും. അപ്പോൾ തിയോസഫിക്കൽ സൊസൈറ്റി ഫോം ചെയ്തത് ആരായിരുന്നു? മാഡം ഹെലേന ബ്ലവഡ്സ്കി ആൻഡ് കേണൽ ഹെൻറി സ്റ്റീൽ ഓൾക്കോട്ട്. ഇറ്റ് വാസ് ഇൻസ്പയർഡ് ബൈ ഇന്ത്യൻ ട്രഡീഷണൽ ഫിലോസഫി ആൻഡ് പ്രൊമോട്ടഡ് യൂണിവേഴ്സൽ ബ്രദർഹുഡ്. ഇറ്റ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് വെർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ അടയാർ. നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഒരു സ്ഥലപ്പേര്. അടയാർ എന്ന് പറയുന്നത് ചെന്നൈയിലുള്ളൊരു സ്ഥലമാണ്. അതിൻ്റെ ഇന്ത്യയിലെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയായിരുന്നു? അടയാർ ആയിരുന്നു. ഏത് സൊസൈറ്റിയുടെ? തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപിക്കുന്നത് എവിടെയാണ്? ന്യൂയോർക്കിൽ. ഇന്ത്യയിലെ അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് അടയാറിൽ. ആരൊക്കെയാണ് സ്ഥാപിക്കുന്നത്? മാഡം ഹെലേന ബ്ലവഡ്സ്കിയും അതുപോലെ തന്നെ കേണൽ ഹെൻറി സ്റ്റീൽ ഓൾക്കോട്ടും. ഓക്കെ, അത്രയും പോയിന്റ്സ് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് പറയാനുള്ളത് ആരെക്കുറിച്ചാണ്? ആനി ബസന്റിനെ കുറിച്ചാണ്. ആനി ബസന്റ് കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ 1893 എന്ത് ചെയ്യുന്നു? ഇന്ത്യയിലെത്തുന്നു. ഇന്ത്യയിലെത്തിയതിന് ശേഷം ഈ പറഞ്ഞ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ലീഡർഷിപ്പ് ഏറ്റെടുക്കുന്നു. അപ്പോൾ ഈ രണ്ട് വ്യക്തികൾ കഴിഞ്ഞാൽ നമുക്ക് ഈ തിയോസഫിക്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു പേരാണ് ആരുടേതെന്ന് പറയുന്നത്? ആനി ബസന്റ് എന്ന് പറയുന്നത്. 1893 ഇന്ത്യയിൽ എത്തിയതിന് ശേഷം അവരെന്ത് ചെയ്യുകയാണ്? ഈ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ലീഡർഷിപ്പ് ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് 1898 അവരെന്ത് ചെയ്യുന്നു? സെൻട്രൽ ഹിന്ദു കോളേജ് സ്ഥാപിക്കുന്നു. അതാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആയിട്ട് മാറുന്നത്. ഏത് വർഷം? 1916 മദൻ മോഹൻ മാളവ്യയുടെ ലീഡർഷിപ്പിൽ. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ലീഡർഷിപ്പ് ആരേറ്റെടുക്കുന്നു? ആനി ബസന്റ് ഏറ്റെടുക്കുന്നു. ആനി ബസന്റ് 1893 ഏറ്റെടുക്കുന്നത്. ഏറ്റെടുത്തതിന് ശേഷം അവരെന്ത് ചെയ്യുന്നു? സെൻട്രൽ ഹിന്ദു കോളേജ് സ്ഥാപിക്കുന്നു. അതിനുശേഷം പിന്നീട് ആ സെൻട്രൽ ഹിന്ദു കോളേജ് എന്തായിട്ട് മാറുന്നു? ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആയിട്ട് മാറുന്നു. അതിൻ്റെ ലീഡർഷിപ്പ് എടുക്കുന്നത് ആരായിരുന്നു? മദൻ മോഹൻ മാളവ്യ ആയിരുന്നു. തിയോസഫിക്കൽ സൊസൈറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. PSC PYQൽ ഒരുപാട് പ്രാവശ്യം പല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയാണ്. സ്ഥാപിക്കുന്നത് ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ. ഇനി നമുക്ക് പഠിക്കാനുള്ള ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് വളരെ കുറച്ചും കൂടിയേ ഉള്ളൂ. അലിഗർ മൂവ്മെൻറ്റ് നമ്മൾ കേട്ടിരിക്കും. അലിഗർ മൂവ്മെൻറ്റ് ആരായിരുന്നു ലീഡ് ചെയ്യുന്നത്? ശ്രീ സെയ്ദ് അഹമ്മദ് ഖാൻ 1817 മുതൽ 1898 വരെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത കാലഘട്ടം എന്ന് പറയുന്നത്. അലിഗർ മൂവ്മെൻറ്റ് ശ്രീ സെയ്ദ് അഹമ്മദ് ഖാൻ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ? ടു പ്രൊമോട്ട് വെസ്റ്റേൺ സ്റ്റൈൽ മോഡേൺ എഡ്യൂക്കേഷൻ എമംഗ് മുസ്ലിംസ്. He founded the Mohammedan Anglo-Oriental College which became Aligarh Muslim University in 1920. അപ്പോൾ അലിഗർ മൂവ്മെൻറ്റ് ആരായിരുന്നു ലീഡ് ചെയ്തത്? സെയ്ദ് അഹമ്മദ് ഖാൻ. അദ്ദേഹത്തിൻ്റെ മേജർ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വെസ്റ്റേൺ സ്റ്റൈൽ മോഡേൺ എഡ്യൂക്കേഷൻ. വെസ്റ്റിൽ നിന്നുള്ള മോഡേൺ എഡ്യൂക്കേഷൻ എവിടെ സ്പ്രെഡ് ചെയ്യുക? മുസ്ലിംസിൻ്റെ ഇടയിൽ സ്പ്രെഡ് ചെയ്യുക. അതുപോലെ തന്നെ അദ്ദേഹം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് എന്ത് ചെയ്യുന്നുണ്ട്? സ്ഥാപിക്കുന്നുണ്ട്. ഈ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജാണ് പിന്നീട് ഇപ്പോഴത്തെ എന്തായിട്ട് മാറുന്നത്? അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി ആയിട്ട് മാറുന്നത്. നേരത്തെ നമ്മളൊരു യൂണിവേഴ്സിറ്റി പഠിച്ചു. ആരായിരുന്നു? ആനി ബസന്റ് സെൻട്രൽ ഹിന്ദു കോളേജ്. അത് പിന്നീട് എന്തായിട്ട് മാറി? ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആയിട്ട് മാറി. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ആരെക്കുറിച്ചായിരുന്നു? മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ്. പിന്നീട് എന്തായിട്ട് മാറുന്നു? അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി ആയിട്ട് മാറുന്നു. ഇനി നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ബുക്ക് പഠിക്കാനുണ്ട്. അസ്ബാബ് ഇ ഭഗവത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭഗവത് ഇ ഹിന്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസസ് ഓഫ് ഇന്ത്യൻ റിവോൾട്ട്. 1857 റിവോൾട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം എഴുതിയൊരു ബുക്കാണ് അസ്ബാബ് ഇ ഭഗവത് ഇ ഹിന്ദ്, കോസസ് ഓഫ് ദി ഇന്ത്യൻ റിവോൾട്ട് എന്ന് പറയുന്ന ഒരു പുസ്തകം എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ഓർത്ത് വെക്കണം. ഇനി അഹമ്മദിയ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്. അഹമ്മദിയ മൂവ്മെൻറ്റ് നേതൃത്വം നൽകിയത് ആരായിരുന്നു? അതുകൊണ്ടാണ് ആ ഒരു സ്ലൈഡ് ഞാൻ ആഡ് ചെയ്തത്. ഫൗണ്ടഡ് ബൈ മിർസ ഗുലാം ആസാദ്. പേരൊന്ന് ഓർത്ത് വയ്ക്കുക. അഹമ്മദിയ മൂവ്മെൻറ്റ്, മിർസ ഗുലാം ആസാദ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വ്യക്തിയാണ് ജ്യോതിബ റാവു ഫുലെ എന്ന് പറയുന്നത്. ഓർത്ത് വെക്കണം.
ജ്യോതിബ റാവു ഫുലെ. അവരാർക്ക് വേണ്ടിയിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്? സ്ട്രഗിൾഡ് ഫോർ ദി ഡൗൺ റോഡർ ക്ലാസ്, ഏറ്റവും താഴേക്കിടയിലുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള വർക്ക് ചെയ്തിട്ടുള്ള ആളായിരുന്നു ആരെന്ന് പറയുന്നത്? ജ്യോതിബ റാവു ഫുലെ എന്ന് പറയുന്നത്. ഏതൊക്കെ മേഖലകളിലായിരുന്നു അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ചോദിച്ചാൽ, ഒന്ന് വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ. എസ്റ്റാബ്ലിഷ് ദി ഫസ്റ്റ് ഗേൾസ് സ്കൂൾ ഇൻ പൂന. പൂനെയിൽ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫസ്റ്റത്തെ ഒരു സ്കൂൾ സ്ഥാപിക്കുന്നത് ആരായിരുന്നു? ജ്യോതിബ റാവു ഫുലെ ആയിരുന്നു. അതുപോലെ തന്നെ എ സ്കൂൾ ഫോർ അൺടച്ചബിൾസ്. നമ്മൾ ചരിത്രം പഠിക്കുന്ന സമയത്ത് പറയുന്നതാണ്. അൺടച്ചബിലിറ്റിയുടെയൊക്കെ ഒരു കാര്യം നമ്മളെപ്പോഴും പഠിക്കുന്നതാണ്. അപ്പോൾ അൺടച്ചബിൾസിന് വേണ്ടിയിട്ടൊരു ആദ്യമായിട്ടൊരു സ്കൂൾ, അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്ന കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് മാത്രമായിട്ടൊരു സ്കൂൾ സ്ഥാപിച്ചത് ആരായിരുന്നു? നമ്മളുടെ ജ്യോതിബ റാവു ഫുലെ ആയിരുന്നു. ഇനി അവരൊരു ഓർഗനൈസേഷൻ സ്ഥാപിക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് സത്യശോധക് സമാജ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ സൊസൈറ്റി ഫോർ ഫൈൻഡിങ് ട്രൂത്ത് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പറയാം, സത്യശോധക് സമാജ്. അതുപോലെ തന്നെ അവരുടെ ഒരു വർക്ക് ഉണ്ട്, ഒരു പുസ്തകമുണ്ട്. ബുക്കിൻ്റെ പേരാണ് ഗുലാംഗിരി എന്ന് പറയുന്നത്. സ്ലേവറി, അടിമത്തം എന്നാണ് ആ ഒരു വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഗുലാംഗിരി എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം രചിച്ചത് ആരായിരുന്നു? ജ്യോതിബ റാവു ഫുലെ. അടിമത്തം അല്ലെങ്കിൽ സ്ലേവറി, ഗുലാംഗിരി എന്നൊക്കെ പേരിൽ എന്ത് ചെയ്യാറുണ്ട്? ആ പുസ്തകം അറിയപ്പെടാറുണ്ട്. ഗുലാംഗിരി, ജ്യോതിബ റാവു ഫുലെ. ആൻഡ് സപ്പോർട്ടഡ് ദ വിഡോ റീമാരേജ് മൂവ്മെൻറ്റ്. നമുക്കറിയാം സതിയൊക്കെ നടന്നിരുന്ന ഒരു കാലഘട്ടമാണ്. അതായത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ വളരെ ചെറുപ്പമായിട്ടുള്ള പെൺകുട്ടികളൊക്കെ ഭർത്താവിൻ്റെ ചിതയിലേക്ക് സ്വയം ചാടി മരിക്കുന്ന ഒരു ചടങ്ങൊക്കെ നടന്നിരുന്ന കാലഘട്ടത്തിലാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ വിധവകൾക്ക് വേണ്ടി, വിഡോസിന് വേണ്ടിയിട്ട് റീമാരേജ് നടത്താൻ, അവർക്ക് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാലും പിന്നീട് വീണ്ടും ഒരു കല്യാണം കഴിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ഒക്കെ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത്? ജ്യോതി റാവു ഫുലെ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം ജ്യോതി റാവു ഫുലെ. എന്തൊക്കെയായിരുന്നു അവരുടെ കോൺട്രിബ്യൂഷൻ? ഫസ്റ്റ് ഗേൾസ് സ്കൂൾ ഇൻ പൂന, ഫസ്റ്റ് സ്കൂൾ ഫോർ അൺടച്ചബിൾസ്, സത്യശോധക് സമാജ് ഫോം ചെയ്തു, അതുപോലെ തന്നെ ഗുലാംഗിരി എന്നുള്ള പുസ്തകം രചിച്ചു. ഇനി നമുക്ക് അവസാനമായിട്ട് പറയാനുള്ളത് ആരെക്കുറിച്ചായിരുന്നു? നമ്മളുടെ തെക്കേ ഇന്ത്യയിലുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ് നടത്തിയ 1925, വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, PSC ചോദിച്ചിട്ടുണ്ട്. 1925 സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ് നടത്തിയ EV രാമസ്വാമി നായ്ക്കർ, പെരിയോർ എന്നറിയപ്പെടുന്ന EV രാമസ്വാമി നായ്ക്കറെ കുറിച്ചാണ് നമുക്ക് എന്ത് ചെയ്യാറുള്ളത്, നമുക്ക് പഠിക്കാനുള്ളത്. അദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്ന് പറയുന്നത് സോക്രട്ടീസ് ഓഫ് ദ സൗത്ത്. തെക്കിൻ്റെ സോക്രട്ടീസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ആരായിരുന്നു? EV രാമസ്വാമി നായ്ക്കർ, പെരിയോർ എന്നുള്ള പേരിൽ കൂടെ അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന മൂവ്മെൻ്റ് ആണ് ഇതെന്ന് പറയുന്നത് സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 1924 വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന മേഖല എന്ന് പറയുന്നത് വർക്ക് ഫോർ ദി അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് ദ്രവീഡിയൻസ്, ഫൗണ്ടഡ് ദി ദ്രാവിഡർ കഴകം. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാൽ ഈ ഒരു പോയിന്റ് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നു. 1925 എന്ത് ചെയ്യുന്നു? സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ് നടത്തുന്നു. അദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്ന് പറയുന്നത് സോക്രട്ടീസ് ഓഫ് ദി സൗത്ത് അല്ലെങ്കിൽ പെരിയോർ എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കറാണ്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാന നവോത്ഥാന പ്രസ്ഥാനങ്ങളെക്കുറിച്ച് എന്ത് ചെയ്തു, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതിലും ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാനുണ്ട്, നമുക്ക് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമൊക്കെ ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം, നമ്മുടെ ഗാന്ധിജിയുടെ കോൺട്രിബ്യൂഷൻസ്, അദ്ദേഹത്തിൻ്റെ സമരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ പഠിക്കും. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.